നമ്മൾ ഇന്നീ സദസ്സിനെ നഗറിട്ടത് ആരുടെ പേരാണ്? ശൈഖുനാ മൂര്യാട് മൗലാ. മൂര്യാട് മൗല എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയാ ഉദ്ദേശിച്ചത്? ബഹുമാനപ്പെട്ട ശൈഖുനാ മൂര്യാട് ഉസ്താദിനെയാണ്. എങ്ങനെയായിരുന്നു മൂര്യാട് ഉസ്താദിന്റെ ജീവിതമെന്ന് ഞാൻ നിങ്ങൾക്ക് വഴുതു പറഞ്ഞു തരണോ? വേണ്ടതില്ലല്ലോ. നിങ്ങൾ കണ്ടതല്ലേ ആ ഉസ്താദിന്റെ ജീവിതം. എന്തോ ഒരു റാഹത്തുള്ള ജീവിതമാ. നമ്മുടെ SKSSFന്റെ പ്രവർത്തകർക്ക് ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഞാനത് കഴിഞ്ഞ തവണ വഴുതിന് വന്നപ്പം പറഞ്ഞിരുന്നു. ഇത്തവണയും നിങ്ങളോട് പറയുകയാണ്, പറയാതിരിക്കാൻ കഴിയില്ല, വീണ്ടും പറയുകയാണ്. ഞാനും നമ്മുടെ ഇസുദ്ദീൻ ഉസ്താദ് അവറുകളും പിന്നെ നമ്മുടെ മൂര്യാട്ടുള്ള SKSSFന്റെ പ്രവർത്തകരും ബസ് പിടിച്ചിട്ടൊരു യാത്ര പോയി, സിയാറത്ത് യാത്ര. ഫസ്റ്റ് പോയത് എവിടേക്കാണെന്നറിയോ? മൂര്യാട് ഉസ്താദിന്റെ മക്കാമിലേക്ക്. അവിടെ ഇടുന്ന് രാത്രി പുറപ്പെട്ട് അവിടെ എത്തിയത് പാതിരാക്ക് 3 മണിക്കാണ് അവിടെ എത്തിയത്. 3 മണിക്ക് അങ്ങനെ അവിടെ എത്തി. നമ്മളവിടെ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരാൾ നമുക്ക് കട്ടൻ ചായ ഉണ്ടാക്കി തന്നെ, നമ്മളത് കുടിച്ചു. മൂര്യാട്ട കുട്ടികളാണ് SKSSFന്റെ മക്കള്. അങ്ങനെ കട്ടൻ ചായ കുടിച്ച് കിടന്നു. സുബഹിക്ക് എഴുന്നേറ്റ് നിസ്കരിച്ച് പിന്നെ സിയാറത്ത് ചെയ്ത്, ആ സിയാറത്ത് ചെയ്ത് കഴിഞ്ഞ് ആ മക്കാമിന്റെ പരിസരത്ത് ഞാനൊരു 5-10 മിനിറ്റ് സംസാരിച്ചു ഇവരോട്. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞിരുന്നു, നമ്മൾ മൂര്യാട്ടെന്നാ വരുന്നത്. അപ്പൊ ഉസ്താദ് എപ്പോഴും ഭയങ്കര സന്തോഷമായിരിക്കും മൂര്യാട്ടെന്ന് സിയാറത്തിനൊക്കെ വരുമ്പോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ക്ലാസ് എടുത്തു. ക്ലാസ് എല്ലാം കഴിഞ്ഞ് നമുക്ക് അടുത്ത സിയാറത്തിന് പാണക്കാട്ടൊക്കെ പോവാലാന്ന് പറഞ്ഞ് പുറത്തിറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോ ഇന്നലെ കട്ടൻ ചായ ഉണ്ടാക്കി തന്ന മനുഷ്യനുണ്ടല്ലോ, അയാള് വന്നിട്ട് പറയാൻ, നിങ്ങളാരും പോകരുത്, നാസ്ത കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. ഇതാ എല്ലാവരുണ്ട്, ഇരിക്കുന്ന പലരും നമ്മുടെ കൂടെ വന്നവരാ. ഇതാ ചെറുപ്പക്കാരല്ല, ഭയങ്കര ബന്ധം. അതിനുശേഷം ആ കുട്ടികളെല്ലാം കണ്ട ചിരിയും തമാശൊക്കെയാ. നല്ല ബന്ധമായിരുന്നു ആ യാത്ര കഴിഞ്ഞ് പോയി വന്നപ്പോഴേക്കും. ആ കുട്ടികളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നതിൽ കളവിന്റെ ഒരു അംശമില്ല എന്ന് നമ്മുടെ കൂടെ അന്ന് സിയാറത്തിന് വന്ന 48 പേർക്കും അറിയാം. നമ്മൾ പറഞ്ഞു, ഇല്ല, നമ്മള് സിയാറത്തിന് പോണം, അതുകൊണ്ട് നമ്മൾ പോവാണ്. ആ ചായ ഉണ്ടാക്കി തന്ന ആള് പറയാണ്, നിങ്ങൾ പോലെ നാസ്ത കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. നമ്മ പറഞ്ഞു, നാസ്ത കഴിക്കാൻ നിൽക്കുന്നില്ല, നമുക്ക് വേഗം പോണം. അപ്പൊ ആ ചങ്ങാതി എന്താ പറഞ്ഞതറിയോ? നിങ്ങൾക്ക് ഇന്നലെ കട്ടൻ ചായ ഞാൻ ഉണ്ടാക്കി തന്നു, എന്നിട്ട് ഞാൻ ഉറങ്ങി. ആ ഉറക്കത്തിൽ ഞാൻ മൂര്യാട് ഉസ്താദിനെ സ്വപ്നം കണ്ടു. മൂര്യാട് ഉസ്താദ് സ്വപ്നത്തിൽ എന്നോട് പറഞ്ഞത് എന്താ അറിയോ? ഇപ്പോൾ വന്നതും എന്റെ മൂര്യാട്ട കുട്ടികളാണ്, അവർക്ക് നാസ്ത കൊടുത്തിട്ടേ നിങ്ങൾ വിടാൻ പാടുള്ളൂ എന്ന്. എന്തോ ഒരു വാക്കാണ്. ഇപ്പൊ വന്നത് എന്റെ മൂര്യാട്ട കുട്ടികളാണ്. SKSSFന്റെ മക്കള് ബസ് പിടിച്ച് സിയാറത്ത് യാത്ര നടത്തി അവിടെ എത്തിയപ്പോഴാണ് കിനാവിൽ വന്നിട്ട് മൂര്യാട് ഉസ്താദ് ഹാദിമിനോട് പറയണത്, ഇതെന്റെ മൂര്യാട്ട കുട്ടികളാണ്, നാസ്ത കൊടുത്തിട്ടേ നിങ്ങൾ പറഞ്ഞേക്കാൻ പാടുള്ളൂ എന്ന്. അത് പറഞ്ഞപ്പോ നമ്മൾ പിന്നെ ഒന്നും മിണ്ടിയില്ല. 10 മണി ഏകദേശമായി നാസ്ത വരാൻ. അതുവരെ നമ്മൾ അവിടെ കാത്തിരുന്നു. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഉസ്താദ് അവറുകള് പടച്ചവനെ ദറജ നീ ഉയർത്തണേ അല്ലാഹ്, പദവിയെ ഉയർത്തണേ അല്ലാഹ്.